ഇന്ന് നമുക്കൊരു ക്യൂട്ട് കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലോ? ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. വൈൽഡ് തീമിലെ പാർട്ടി ആയിരുന്നു. ജ്യൂസും സ്റ്റാർട്ടേഴ്സും ഒക്കെ കഴിച്ച് ചെല്ലുമ്പോൾ തന്നെ മോളുടെ ഫസ്റ്റ് പിക് മുതൽ ഓരോ മാസത്തെയും പിക്സ് ഇങ്ങനെ ആനിമൽസ് പിടിച്ച് നിൽക്കുന്ന പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഈ കുട്ടി മോവാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇഷാനിക്കുട്ടി തന്നെയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊളീഗും ക്ലോസ് ഫ്രണ്ടും ഒക്കെ ആയ അശ്വിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. വൈൽഡ് വൺ തീമായതുകൊണ്ട് തന്നെ മോളുടെയും അശ്വിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ഡ്രസ്സ് ഗ്രീൻ കളറായിരുന്നു. ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും തീമിനോട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ബലൂൺ പാവകൾ ഉണ്ടാക്കുന്ന ഒരാളും പിന്നെ ഈ വലിയ പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഹാപ്പി ആകും. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരാനുള്ള മടുപ്പൊന്നും ഉണ്ടാവില്ല. ഈ പാവക്കുട്ടിയുടെ കൂടെ കുറേ നേരം ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ. പിന്നെ വേറെ എൻ്റെ കുറച്ച് കൊളീഗ്സിൻ്റെ കൂടെ കത്തിയടിച്ച് നിന്ന ശേഷം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ബലൂൺസ് വെച്ചിട്ട് മരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇവർ ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങുന്ന പരിപാടി മാത്രമല്ല കേട്ടോ, തിരിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 മക്കൾക്കും വേറെ വേറെ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടനൊന്ന് ഫ്രീ ആയി കിട്ടിയത്. അപ്പം തന്നെ മോൻ പോയിട്ട് തോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ കണ്ടില്ലേ ചടപടാ പറഞ്ഞിട്ട് ഒരു തോക്ക് ഉണ്ടാക്കി കൊടുത്തു. മോളുടെ ആവശ്യം പിന്നെ ബട്ടർഫ്ലൈ ആയിരുന്നു. അതും വന്നു 1 മിനിറ്റിൽ തന്നെ. ബലൂണൊക്കെ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും ഇതിൻ്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര വേഗത്തിലും ഭംഗിയിലാണല്ലേ ആളിതൊക്കെ ഉണ്ടാക്കുന്നത്. അശ്വിനും ഞാനും ഞങ്ങളുടെ കമ്പനിയിൽ ഏകദേശം ഒരേ ടൈമിൽ ജോയിൻ ചെയ്തവരാട്ടോ. ബാക്കി എല്ലാവരും ഞങ്ങളെക്കാളും കുറച്ച് സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും വേഗം കൂട്ടായി. എൻ്റെ ലൈഫിലെ ചില എമർജൻസി സിറ്റുവേഷൻസിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാട്ടോ അശ്വിൻ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കൂടി ലാവിഷായിട്ട് ഫുഡ് അടിച്ചിട്ട് പതുക്കെ ഞങ്ങൾ തിരിച്ചു പോന്നു.